നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗത്താണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആകാശ ദൃശ്യങ്ങളാണ്. ഇന്നത്തെ ദിവസം നമ്മൾ പകർത്തിയ തെരച്ചിൽ അവസാനിപ്പിക്കുന്നതിന് മുൻപ് വെളിച്ചം മങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള 6:30 കൂടിയുള്ള ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തെരച്ചിൽ നടക്കുന്ന ഭാഗമാണിത്. ഇത് ഗംഗാവാലി നദിയാണ്. നദിയിൽ ഇതാ മണ്ണടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഈ അടിഞ്ഞുകൂടിയ മണ്ണിന് താഴെ ഒരുപക്ഷെ ഒരു വാഹനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിടെ കാണാതായ വാഹനങ്ങൾ 2 എണ്ണമാണ്. ഒന്ന് അർജുൻ്റെ ലോറി, അതോടൊപ്പം തന്നെ ഒരു ബുള്ളറ്റ് ട്രക്കിൻ്റെ അതിൻ്റെ ടാങ്കർ ലോറിയുടെ ബുള്ളറ്റ് ഒഴികെയുള്ള ഭാഗങ്ങൾ അതും കാണേണ്ടതാണ്. ഇപ്പോൾ JCB ഉപയോഗിച്ച് തെരച്ചിൽ നടക്കുന്ന മേഖലയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയപാതയിലേക്ക് മണ്ണ് ഒലിച്ചിറങ്ങി ആ മണ്ണ് മുഴുവൻ അതേ രീതിയിൽ നദിയിലേക്ക് പോയത് എങ്ങനെയാണ് എന്നുള്ള ആ പാത നമുക്ക് കൃത്യമായി ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. 16-ാം തീയതി രാവിലെ 8:45 വലിയ ഒരു ശബ്ദത്തോടെ ഒരു ടാങ്കർ വീഴുന്നതാണ് ആദ്യമായി അവിടെയുള്ള ആളുകൾ കേൾക്കുന്നത്. അതിനുശേഷമാണ് ഈ മണ്ണെല്ലാം ഒലിച്ച് നദിയിലേക്ക് പോകുന്നത്. നദിയിലെ വെള്ളം ഈ ഭാഗത്തേക്ക് കയറി വരുന്നത്, ഇതുപോലെയുള്ള മൺതിട്ട രൂപപ്പെടുന്നത്. മാത്രമല്ല ഈ നദിയുടെ മറുകരയിലുള്ള 3 വീടുകൾ കൂടി ഒലിച്ചു പോയിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ അവിടെ നിമിഷ നേരം കൊണ്ട് സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ അർജുൻ ആ വാഹനത്തിനുള്ളിൽ ഈ ഭാഗത്ത് എവിടെയോ ഉറക്കത്തിലായിരുന്നിരിക്കാം. നമുക്ക് ഇതൊന്ന് വിശദമായി ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും, ഈ ദൃശ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ തെരച്ചിൽ നടക്കുന്ന ഏരിയയാണ്. ഈ തെരച്ചിൽ നടക്കുന്ന ഏരിയയിൽ കൃത്യമായി നമ്മൾ ഈ ഭാഗം, ഈ ടെറൈൻ ഒന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ്. ഇത്രയും ഭാഗത്താണ് ഇതുവരെ തെരച്ചിൽ നടത്തിയിരിക്കുന്നത്. JCBകൾ എത്തുന്നതും ഈ മണ്ണെടുത്ത് നീക്കുന്നതും മണ്ണ് ലോറിയിലാക്കി മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി അടിക്കുന്നതും ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ഇത്രയും ഭാഗത്താണ്. ഈ ഭാഗം എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഈ നദിയോട് ചേർന്നുകൊണ്ടുള്ള ദേശീയപാതയുടെ ഇങ്ങോട്ട് പോകുന്ന ഭാഗവും അങ്ങോട്ട് പോകുന്ന ഭാഗവും 2 ലൈൻ വീതമുള്ള ദേശീയപാതയുടെ 2 ഭാഗങ്ങൾ ബൽഗാവിലേക്കും അതുപോലെ തന്നെ തിരിച്ചും പോകുന്ന വഴിയാണ് ഇത്. അപ്പോൾ ഈ ദേശീയപാതയുടെ ഇങ്ങോട്ടേക്ക് വന്നു ചേരുന്ന റോഡ്, അതോടൊപ്പം തന്നെ ഡിവൈഡർ, അതൊക്കെ ഈ ഭാഗത്തായാണ് വരുന്നത്. ഇവിടെയാണ് കൃത്യമായി ഈ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും അവിടെ ഉണ്ടായിരുന്ന കടയടക്കം ഇടിഞ്ഞ് നദിയിലേക്ക് പതിക്കുകയും ചെയ്തത്. മൃതദേഹങ്ങൾ നദിയിലേക്ക് ഒഴുകിയിറങ്ങുന്നതുമൊക്കെ കണ്ട പ്രദേശം. അതായത് ഈ റോഡ് ക്ലിയറിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. മന്ത്രി പറഞ്ഞ 98% എന്നുള്ളത് നമ്മൾ ന്യായമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭാഗത്താണ്. അതായത് വഴിയിൽ വീണ് കിടന്ന മണ്ണൊക്കെ നീക്കിയിട്ടുണ്ട്. 98% എന്നുള്ള കണക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം റോഡിൽ ഇവിടെയൊക്കെയുള്ള മണ്ണ് നീക്കിയിട്ടുണ്ട്, ഇവിടെയൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്, ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്, ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വഴിയാണ്. മണ്ണിടിഞ്ഞു വീണ അർജുൻ്റെ വാഹനം നിർത്തിവെച്ചിരുന്ന ഭാഗം എവിടെയാണ് എന്നതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിലേക്ക് കൂടി നമുക്ക് പോകാം. ഈ വീഡിയോയുടെ മറ്റൊരു ഭാഗത്തായി നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക്, ആകാശ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഈ JCB നിർത്തിയിട്ടിരിക്കുന്ന ഭാഗം നമ്മൾ കാണുന്നു. ഈ JCB നിർത്തിയിട്ട ഭാഗം എന്ന് പറയുന്നത് ഈ മലയോട് ചേർന്നുള്ള ഭാഗമല്ല, ഇത് നദിയോട് ചേർന്നുള്ള വഴിയിലെ ഭാഗമാണ്. വഴിയിൽ കിടക്കുന്ന മണ്ണാണ് അവിടെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ നദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നദിയുടെ ഈ ഭാഗത്തേക്ക് നമ്മൾ കൃത്യമായി വരുമ്പോൾ ഈ മണ്ണ് കൂടിക്കിടക്കുന്ന ഭാഗം, അതാണ് നേരത്തെ സൂചനകൾ വന്നത്. അതായത് നേവിയുടെ സംഘമടക്കം തെരച്ചിൽ നടത്തുന്ന സ്കൂബ സംഘം ഇനി നാളെയും തെരച്ചിൽ നടത്താൻ പോകുന്നത് ഈ മൺകൂനയ്ക്ക് ചുറ്റുമുള്ള ഭാഗത്താണ്. അതായത് ഇവിടെ ഒരു വാഹനം ഈ മണ്ണിനടിയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, അതിനിപ്പുറത്തും ഒരു ചെറിയ മൺകൂനയുണ്ട്. മാത്രമല്ല അതിനിപ്പുറത്തും കുറച്ച് മണ്ണും കല്ലുമൊക്കെ പൊങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഭാഗത്തായി എന്തോ ഒരു വസ്തു ആ നദിയുടെ അടിത്തട്ടിൽ പുതഞ്ഞു കിടക്കുകയും അതിനു മുകളിൽ ഈ മലയിൽ നിന്ന് ഇടിഞ്ഞു വന്ന മണ്ണ് വീണ് ഒരു നിക്ഷേപമായി മാറിയിട്ടുമുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. എല്ലാ സാധ്യതകളും, അർജുനായുള്ള തെരച്ചിലിൽ എല്ലാ സാധ്യതകളും ദൃക്സാക്ഷികളിൽ നിന്നും ഒപ്പം അവിടെ എത്തിയ പ്രദേശവാസികളിൽ നിന്നുമൊക്കെ കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ടുള്ള സാധ്യതകളാണ് റിപ്പോർട്ടർ ഇപ്പോൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ മൺകൂനയ്ക്ക് അടിയിൽ ഇവിടെ കല്ലുകൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കടപുഴകിയ മരങ്ങളുടെ ഭാഗങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഈ അവശിഷ്ടങ്ങൾക്കടിയിൽ ഒരു പക്ഷേ ആ ഒഴുകിപ്പോയ ബുള്ളറ്റിൻ്റെ ഭാഗമായുള്ള വണ്ടിയുടെ ബാക്കി ഭാഗം ഉണ്ടാകാം, അല്ലെങ്കിൽ അർജുൻ്റെ വണ്ടിയുടെ ബാക്കി ഭാഗം ഉണ്ടാകാം. പക്ഷേ രഞ്ജിത്ത് ഇസ്രയേൽ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഈ അർജുൻ്റെ വാഹനം ഇതിനടിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ആദ്യത്തെ സാധ്യതയ്ക്കാണ് അവർ ആക്കം കൊടുക്കുന്നത്. അതായത് ഒഴുകിപ്പോയ ബുള്ളറ്റിൻ്റെ ബാക്കി ഭാഗം ഇവിടെ കിടക്കുകയും അതിന് മുകളിൽ മണ്ണ് അടിഞ്ഞതും ആകാം എന്നുള്ളതാണ് അവർ പറയുന്നത്. മാത്രമല്ല ഒരുപാട് മരങ്ങളും അതുപോലെ വലിയ പാറക്കല്ലുകളും ഒക്കെ ഈ നദിയിലേക്ക് പതിച്ചിട്ടുണ്ട്. അതൊക്കെ കൂടി കിടക്കുന്നതുമാകാം. അത് നാളെ നടക്കുന്ന പരിശോധനയിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. സ്കൂബ സംഘമടക്കം വരുന്നുമുണ്ട്.
ഇനി ഈ ദൃശ്യത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ നീങ്ങുകയാണെങ്കിൽ ഇതിപ്പോൾ നദിയുടെ മധ്യഭാഗത്താണ് ഈ മൺതിട്ട രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്നും ഇതിൻ്റെ മറുകരയിലുള്ള ഭാഗവും, അതായത് ഈ മൺതിട്ട മധ്യഭാഗത്താണ്, അതിൻ്റെ മറുകരയിലേക്കും ഈ വെള്ളം കുത്തിയൊലിച്ച് കയറിയിട്ടുണ്ട്. ഇത് നമ്മൾ കാണുന്ന ലക്ഷ്മണൻ്റെ ചായക്കട അടങ്ങുന്ന ഭാഗം. ഇത് വിദൂര ദൃശ്യമാണ്, ഏറ്റവും വിദൂരമായ ദൃശ്യം. ഇതൊന്ന് നമുക്ക് കുറച്ചുകൂടി കൃത്യമായി നോക്കുകയാണെങ്കിൽ ഇതിൽ ദേശീയപാത കടന്നു പോകുന്നത് എങ്ങനെയാണ് എന്നതുകൂടി പറയാം. അപ്പോൾ ഈ ദേശീയപാതയുടെ റീച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദേശീയപാത ഉണ്ടായിരുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി നോക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി കൃത്യമായി നമ്മൾ അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇത് ഒരു മലയുടെ ചെരുവാണ്. ഈ മലയുടെ ചെരുവ് വരെയുള്ള ഈ ഭാഗം ഇടിഞ്ഞു വീണിട്ടില്ല. ഇതുപോലെ തന്നെയുള്ള ഒരു മലയാണ് ഈ ഭാഗത്തും ഉണ്ടായിരുന്നത്. അതിൻ്റെ താഴെ കൂടിയാണ് ഈ ദേശീയപാത പോയിരുന്നത്. ദേശീയപാതയുടെ മറ്റേ എൻഡ്, അതായത് 500 മീറ്ററോളം ദൈർഘ്യത്തിൽ ഈ മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയപാതയുടെ ഈ വെളുത്ത വര കാണുന്ന ഭാഗം പ്രേക്ഷകർക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വെളുത്ത വര എന്ന് പറയുന്നത് ദേശീയപാതയാണ്. ആ ദേശീയപാത കടന്നു പോകുന്നത് ഇതുപോലെ ഈ മണ്ണിടിഞ്ഞ മേഖലയിലൂടെയാണ്. അത് കടന്നുപോയി അത് അവസാനിക്കുന്നത് ഈ ഭാഗത്താണ്, നേരെയല്ല. അതിങ്ങനെ വളഞ്ഞ ഒരു അകത്തേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഗത്തു കൂടി പോയാണ് ഈ പാത ഇങ്ങനെ പോകുന്നത്. അതായത് ഈ മരങ്ങൾ നിൽക്കുന്ന ലക്ഷ്മണൻ്റെ ചായക്കട എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. ഈ ചായക്കടയ്ക്ക് നേരെ എതിർവശത്താണ് വാഹനം പാർക്ക് ചെയ്തിരുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ, ഒപ്പം അർജുനോട് സംസാരിച്ച സുഹൃത്ത് സമീർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ ചായക്കടയുടെ നേരെ എതിർവശം എന്ന് പറയുന്നത് ഈ JCBകൾ കിടക്കുന്ന ഭാഗമാണ്. രഞ്ജിത്ത് ഇസ്രായേൽ സൂചിപ്പിച്ചതും ഈ ഭാഗത്താണ് ഇനി തെരച്ചിൽ നടക്കേണ്ടത് എന്നാണ്. അതായത് മല ഇടിഞ്ഞു വീണിട്ടുള്ള ഭാഗം, അവിടുത്തെ മണ്ണുനീക്കം എന്ന് പറയുന്നത് ഇത്രയും ഭാഗത്ത് ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അവിടെ മാത്രമല്ല, നോക്കൂ, ഇവിടെയും ഇടയ്ക്ക് മാത്രമാണ് മണ്ണ് നീക്കം ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ഇനി തെരച്ചിൽ നടക്കേണ്ടത്. ഇവിടെ മണ്ണ് നീക്കി പൂർണ്ണമായും തെരച്ചിൽ നടത്തിയാൽ മാത്രമേ മണ്ണിനടിയിൽ അർജുൻ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ സമാന്തരമായി നദിയുടെ നടുവിലുള്ള മൺകൂനയിലും, ഒപ്പം നദിക്ക് അരികിലുള്ള മറുഭാഗത്തെ മൺകൂനയിലും നമ്മൾ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അതായത് നമ്മൾ ഇതിൻ്റെ വിദൂര ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്രയും മണ്ണ് അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. ഇതിൻ്റെ അവസാന സീനിലേക്ക് കൂടി നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ വഴിയിലാണ് ഈ JCBകൾ നിൽക്കുന്നത്. ഈ JCB ഉള്ളിലേക്ക് വരികയും ഇവിടെയൊക്കെ കൃത്യമായി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നദിയോട് ചേർന്നുള്ള ഭാഗത്തെ പാതയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരേണ്ടത് അനിവാര്യമാണ് എന്നത് നമുക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ നദിയിൽ ഈ ഭാഗത്തും തെരച്ചിൽ നടക്കണം. അതായത് അവിടെ മൺകൂന നിക്ഷേപം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും അതുപോലെ തന്നെ ഈ മതിലിനോട്, അല്ലെങ്കിൽ മല മുറിച്ച് നദി റോഡുണ്ടാക്കിയ ഭാഗത്തും കൃത്യമായ തെരച്ചിൽ നടത്തിയാൽ മാത്രമേ എവിടെയാണ് അർജുൻ എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. അതിനായുള്ള തെരച്ചിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി നടക്കണം. കരസേനയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം വന്നാൽ ഈ റഡാർ സംവിധാനത്തിലെ ഏറ്റവും അത്യന്താധുനികമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 20 മീറ്റർ താഴ്ചയിൽ വരെ, അതായത് ഈ മല ഇടിഞ്ഞു വീണ ഭാഗത്ത്, ഈ ഭാഗത്ത് 20 മീറ്റർ താഴ്ചയിൽ വരെ പരിശോധിക്കാൻ കഴിയും. അങ്ങനെ എക്സാക്ട് സ്പോട്ട് കണ്ടെത്തുകയാണെങ്കിൽ നാളെ 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ കൃത്യമായി അവിടെ ആ ട്രക്ക് ഉണ്ടെങ്കിൽ, ആ വാഹനമുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയും. അതോടൊപ്പം തന്നെ സ്കൂബ സംഘത്തിന് നദിയുടെ മധ്യഭാഗത്ത് കൃത്യമായ തെരച്ചിൽ, ഇപ്പോൾ സോണാർ സംവിധാനമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കൃത്യമായ തെരച്ചിലൂടെ ഇക്കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതേയുള്ളൂ. പക്ഷേ 6 ദിവസം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന കാര്യം. Meet the editors.